നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം കണ്ട ഇതിലെ തിരികെ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇത് മേലെ പോയി പൊട്ടണ പൊട്ടില് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂരത്തിന് ആകാശത്ത് പോയി പൊട്ടുന്ന ഡൈനാമൈറ്റ് ആണ്. നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്ന വ്യക്തി നമ്മളെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തിയിരുന്ന ഒരാളാണ്. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കുറെ വെടിക്കെട്ടും കുഴിമിന്നിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണാത്ത പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ വെടിക്കോപ്പുകളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫ്രാൻസിസ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങള്? നല്ല വിശേഷം. നമ്മള് എല്ലാവരും തീർച്ചയായിട്ടും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ് നമ്മളെ ഫ്രാൻസിസ് ചേട്ടൻ. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തിയ തലമുറയിൽ പെട്ട ഒരാളാണ് അല്ലെ? അതെ അതെ. അതിനെ കുറിച്ചൊന്ന് പറയൂ. ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പൻ വെടിക്കെട്ടുകാരനായിരുന്നു. ചെറിയ ലൈസൻസ് ആയിരുന്നു മാത്രം. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ ഞാൻ വെടിക്കെട്ടിൽ ജനിച്ചു എന്ന് തന്നെ പറയാം. 68 മുതൽക്കാണ് നമ്മൾ പൂരപ്പറമ്പിൽ ആദ്യമായിട്ട് പൂരത്തിന് വരുന്നത്. അന്ന് ചെറിയ തോതിലുള്ള വെടിക്കെട്ട് മാത്രമേ ചേട്ടൻ ഞങ്ങളൊക്കെ നടത്തിയിരുന്നുള്ളൂ. അന്ന് എനിക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടില്ല. 68 നമ്മൾ അന്ന് പൂരം വെടിക്കെട്ടില് സാമ്പിൾ വെടിക്കെട്ടിന് അമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ സാമ്പിൾ വെടിക്കെട്ട് ഇത്രയും വലുതാവാനുള്ള കാരണം ഒന്ന് നമ്മള് രംഗത്തിറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ അമുട്ടുകളൊന്നും തൃശ്ശൂർ പൂരത്തിന് ദേവസ്വക്കാർ കണ്ടിട്ടില്ല. അപ്പൊ ദേവസ്വക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു അമുട്ട് കത്തിച്ചു പൂരത്തു നിന്നാള്, സാമ്പിൾ നിന്നാള്. അന്ന് കുറച്ച് അടക്കപ്പെട്ടി, കുറച്ച് മുളങ്ങുമ്പോഴേ കുറച്ച് മറ്റേ പൂവ്, മൂളി, ചീനവെടി ഇതൊക്കെ മാത്രമേ കത്തിക്കുള്ളൂ. അപ്പൊ ഇത് പൂരം സാമ്പിൾ വെടിക്കെട്ടിന് മുമ്പ് പൂരപ്പറമ്പിൽ ചീട്ട് കളിക്കാരുണ്ടാവും. അവരോട് മാറാൻ പറയും. ഇന്നത്തെ മാതിരി ട്രാഫിക് ബ്ലോക്ക് വേറെ ഒന്നുമില്ല. അന്ന് വന്ന് തുടക്കകാലത്ത് ശരിക്കും വലിയ ഇതുണ്ടായിരുന്നില്ല. ആദ്യം മുതൽ തന്നെ ഇല്ല. 68 അപ്പൊ ചേട്ടൻ ഒരു പ്രപ്പോസൽ വെച്ചു, നമ്മുടെ ഒരു അമുട്ട് പൊട്ടിക്കിട്ട് നമുക്ക് കാണുകയും ചെയ്യാലോ എന്ന് പറഞ്ഞൊരു മാഗ്നീഷ്യം പച്ച ഒരു അമുട്ട് പൊട്ടിച്ചു. ആദ്യമായിട്ട് തിരുവമ്പാടിക്കാരെ അത് കരുതിയിട്ടില്ല. അപ്പൊ നമുക്ക് മാത്രമാണ് ഒരു അമുട്ട് പൊട്ടിയത്. അങ്ങനെയാണ് അമുട്ട് വന്നത്. അപ്പൊ അന്ന് പൂരം കഴിഞ്ഞാൽ സാമ്പിൾ കഴിഞ്ഞാൽ ചീട്ട് കളിക്കാർ പിന്നെയും വന്നോട്ട് ഇരുന്ന് കളിക്കും. അങ്ങനെയായിരുന്നു പണ്ട്. ഒന്നുമില്ല ഇന്നത്തെ പോലെ പിന്നെ റൗണ്ടിലേക്ക് ഒന്നുമില്ല. കുറ്റികൾ നിരത്തുമ്പോ ഈ മുളം കുറ്റികളാണെന്ന്. ആ മുളം കുറ്റികൾ നിരത്തണ സമയത്ത് പറയും സാമ്പിൾ പൊട്ടിക്കാൻ പോകണ്ടിട്ടെന്ന് ഒന്ന് മാറണമെന്ന് പറയുമ്പോൾ ചീട്ട് കളിക്കാരൊക്കെ നിർത്തിയിട്ട് അവർ പോകും. അകലേക്ക് പോവും. അത് കഴിഞ്ഞ് സാമ്പിൾ കഴിഞ്ഞാൽ അവർ വീണ്ടും വന്നിരുന്ന് കളിക്കുമ്പോൾ അവിടെ അതിന് അത്രയ്ക്കുള്ള ജനങ്ങളുള്ള വന്നു പോണവർ മാത്രമേ ഉള്ളൂ. ഒന്ന് പൂരത്തെ സാമ്പിളിനായിട്ട് വരില്ല. അന്ന് നമ്മുടെ ഒരു അമുട്ട് പൊട്ടിച്ചു. പിറ്റേ കൊല്ലം 10 അമുട്ട് പൊട്ടിച്ചു. പിറ്റേ കൊല്ലം 30 അമുട്ട് പൊട്ടിച്ചു. അങ്ങനെയാണ് ഇത് ഏറ്റവും ഇങ്ങനെ ഈ സാമ്പിൾ കൂടി വരാൻ കാരണം. അപ്പോൾ അങ്ങനെ ഇതിൽ പിന്നെ ചേട്ടനൊക്കെ വലിയ ലൈസൻസ് എടുത്തപ്പോൾ പിന്നെ എനിക്ക് സർക്കാർ ജോലി കിട്ടി. അങ്ങനെ പിന്നെ വലിയ ലൈസൻസ് എടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈസൻസ് ചേട്ടൻ്റെ ആയിരുന്നു. എക്സ്പോർട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചേട്ടനെ സഹായിക്കാൻ ഞാനും എൻ്റെ അനിയൻ ഉറപ്പായി എന്ന് പറഞ്ഞൊരാളുണ്ട് അങ്ങോരും. അന്ന് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടായിരുന്നു. അന്ന് വിദ്യാഭ്യാസം കുറവാണെങ്കിലും പ്രവൃത്തി പരിചയമുണ്ട്. ഇന്ന് വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷെ പ്രവൃത്തി പരിചയമില്ല. ഒരു നല്ലൊരു വെടിക്കെട്ടുകാരനാവണമെങ്കിൽ 20 കൊല്ലെങ്കിലും ഒരാളുടെ കീഴിൽ നിന്ന് പണി പഠിക്കണം. എന്നാലേ ഇതിന്റെ എല്ലാ ഏറ്റക്കുറച്ചിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പണ്ടുള്ള വെടിക്കെട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ തിരുമി നോക്കിയാൽ പറയും ഇന്ന കെമിക്കലാണെന്ന്. അവർ തിരുമി നോക്കിയാൽ പറയും. ഇന്ന് കടലാസ് എഴുതിയിടണം പാക്കറ്റിൽ. ഈടേന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അവർക്ക് എഴുതിയത് തെറ്റി കടലാസ് ഇട്ടാലും അപകടം ഉറപ്പാണ്. അങ്ങനെയാണ് കുറെ അപകടങ്ങളൊക്കെ വരുന്നത്. 3 കെമിക്കൽ ഒരേ നിറമാണ്. പൊട്ടാസ്യം ക്ലോറൈറ്റ് ഒരു നിറം, ബേരിയം നൈട്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, വെടിയുപ്പ്. അങ്ങനെ 3 എണ്ണം ഒരേ നിറമാണ്, പൊടിച്ച പൊടിയുപ്പ് പോലെ. അതേ സമയത്ത് ഒരെണ്ണം അപകടകാരിയാണ്. അത് ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ളതാണ്. നമ്മൾ തീപ്പെട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അത്, പൊട്ടാസ്യം ക്ലോറൈറ്റ്. അത് തെറ്റി വന്നാൽ അത് അംഗീകൃതമായിട്ടുള്ള ചാക്കിലാണ് അവര് ബ്ലാക്കിൽ വരിക. അപ്പോൾ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി അവർ തെറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം ഉറപ്പായി. അതിന് പഴയ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചാക്ക അഴിക്കുമ്പോൾ ഒരു നുള്ള് കെമിക്കൽ എടുത്തിട്ട് കുറച്ച് ഗന്ധവും കൂട്ടി ഒരു കല്ലുമ്മ വെച്ചിട്ട് വേറൊരു കല്ലുകൊണ്ട് ഉരച്ചു കഴിഞ്ഞാൽ സ്പാർക്കിംഗ് വന്നാൽ അത് ക്ലോറൈറ്റ് ആണ്. ബാക്കി രണ്ടും സ്പാർക്കിംഗ് വരില്ല. അങ്ങനെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം 2ാം ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഉറപ്പ് വരുത്തിയിട്ട് അവര് ഷെഡിലേക്ക് പോവുള്ളൂ. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ ഒരു കൊല്ലം 2 കൊല്ലം ഒരാളുടെ കീഴിൽ എന്തെങ്കിലും നോക്കി ചെറിയ പരിചയമൊക്കെയുണ്ട്, സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ലൈസൻസ് എടുത്താൽ അവൻ പിന്നെ വെടിക്കെട്ടുകാരനായി. അവന് ABCD അറിയില്ല. അതേ സമയത്ത് അവന് ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ അവന് പണി അറിയുമോ എന്നുള്ളൊരു ടെസ്റ്റ് നടത്തേണ്ട
ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അപകടങ്ങൾ ഒഴിവാക്കാൻ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ശരിക്കും അശ്രദ്ധയാണ് അല്ലേ? അശ്രദ്ധ. പിന്നെ തന്നെയല്ല, ഈ അപകടം തീ ഉണ്ടാവുന്നത് വളരെ ചെറിയ സാധനത്തിൽ നിന്നാണ്. അതേ സമയത്ത് പണി തീർന്ന സാധനം ഷെഡിലുണ്ടെങ്കിൽ അതിന് തീ പിടിക്കുമ്പോൾ ഇരട്ടി ഫോഴ്സായി. നിയമത്തിൽ പറയുന്നത് പണി കഴിഞ്ഞ സാധനം സ്റ്റോർ റൂമിലേക്ക് മാറ്റണം എന്നാ. ജോലിക്കാരത് ചെയ്യാത്ത കാരണം 30,000 പടക്കം 3 ചാക്കിലാക്കി വെച്ചേക്ക് തീ കിട്ടിയാൽ 30,000 പൊട്ടൊന്നും കേൾക്കില്ല നമ്മള്. ഒറ്റ വെടി. അത് വാർത്ത കെട്ടിടത്തിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ഫോഴ്സായി. വാർത്ത കെട്ടിടം എന്ന് വെച്ചാൽ പിന്നെ ഡൈനാമിറ്റിന്റെ പുറത്ത് കവചം ഈ വാർത്ത കെട്ടിടാവുകയാണ്. സർക്കാർ പറയുന്ന നിയമങ്ങളും നമ്മുടെ പരിചയം വെച്ചിട്ട് ഒരു അപകടമില്ല. ഡ്രൈവിങ്ങിനേക്കാൾ അപകടകരമാണത്. മെയിനായിട്ട് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്കാരുടെ മാനസിക നില നമ്മൾ അളക്കണം. മാനസിക നില. അവർ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യണത്, കള്ളു കുടിക്കുന്നത്, വീട്ടിലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് അവർ പണി സ്ഥലത്തേക്ക് വന്നാൽ ദേഷ്യം മുഴുവൻ വീട്ടിലാവും, അല്ലെങ്കിൽ മറ്റുള്ള അയലക്കാരോടാവും. പക്ഷെ പണി സ്ഥലത്ത് നമ്മൾ കെയർലെസ് ആയിട്ട് ഡീൽ ചെയ്യാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് എന്തുണ്ടായെന്ന് പറയാൻ ഈ ചെയ്ത ആളുണ്ടാവില്ല. അപ്പോൾ അപകടം ഉറപ്പായി. അപ്പോൾ അവനെ മാനസിക നില എന്ന് പറഞ്ഞാൽ അവനെ കൺട്രോൾ ചെയ്തിട്ട്, അപ്പോൾ അവർക്ക് അങ്ങനെ കള്ളുടിയും കൂടുതലുള്ളവർക്കാണെങ്കിൽ മരുന്ന് ഐറ്റില്ലാത്ത പണികൾ ഇഷ്ടം പോലെ ഉണ്ട്. കോറ ഉണ്ടാക്കുന്നത് ഇതേപോലെയുള്ള കോറകളൊക്കെ ഉണ്ടാക്കണം. അവർ പശപ്പണിയിലേക്ക് അവർ മരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ചേട്ടനൊക്കെ ഉള്ള സമയത്ത് അവരെ അങ്ങനെ മാറ്റും. ഫ്രാൻസിസ് ചേട്ടാ, നമ്മളെ മുന്നിലൊരു സംഭവം ഇരിക്കുന്നത് എന്തത്? ഇത് ഗർഭം കലക്കി എന്ന് പറയും ഡൈനാമിറ്റ് വലുത്. 2016 പുറ്റിങ്ങിൽ അപകടം നടക്കുന്ന വരയ്ക്ക് ഇത് തൃശ്ശൂർ പൂരത്തിന് പൊട്ടിച്ചിരുന്നു. അല്ല, ഈ സംഭവം ഇത്രയും വലുതായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മുഴുവൻ പേപ്പർ തന്നെ. പേപ്പർ കംപ്ലീറ്റ് പേപ്പർ. അത് പഞ്ചിപ്പശ എന്ന് പറഞ്ഞൊരു മരത്തിന്റെ കായ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള ചാറ്, അതിന്റെ ചാറുകൊണ്ടാണ് അത് ഉണ്ടാക്കുക. പനഞ്ചിക്കായ എന്ന് പറയും. അത് പടിഞ്ഞാറൻ മണൽ പ്രദേശത്ത് ഉണ്ടാവുള്ളത് കാര്യമായിട്ട്. അപ്പോൾ അത് ഇടിച്ചു പിഴിഞ്ഞ് ചാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേനൽ വർഷത്തിന് അതിന് ക്ലൈമറ്റിൽ മാറ്റം വരില്ല. വേറെ ഇംഗ്ലീഷ് ഏത് പശി ഉണ്ടായി കഴിഞ്ഞാലും വർഷക്കാലത്ത് അത് മെൽറ്റാവും. ഇതാവുമ്പോൾ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ കുഴിച്ചിടുമ്പോൾ ഇതിനേറ്റിലും ഒരു കുറച്ച് വട്ടത്തിൽ കുഴി കുത്തിയിട്ട് അതിൽ ഇറക്കി വെക്കും. ഈ അടിഭാഗത്ത് എന്താണ് ഇങ്ങനെ? അടിഭാഗത്ത് മുകളിലേക്ക് എത്തിക്കാനുള്ള മരുന്നാണ് അടിയിൽ. അതിനുള്ള ഇതാണ് ഇത് നിറയ്ക്കുന്നത്. അതാണ് നിങ്ങൾ അടിയിൽ നിന്ന് ജം എന്നൊരു സൗണ്ട് കേൾക്കണില്ലേ? ആ ഒരു തള്ളണ സൗണ്ട്, അതിന്റെ മരുന്ന് ഇതാണ്. അപ്പൊ ഈ ബോള് മാത്രം മുകളിലേക്ക് പോകും. ഈ ബോൾ എത്ര കിലോ ഉണ്ടാവും ശരിക്കും? ഇത് മുകളിലേക്ക് മരുന്ന് അടക്കം 80 കിലോ ഉണ്ടാവും. 80 കിലോ? എത്ര അടി വരെ നമ്മൾ പൊന്തും? എത്ര അടി വേണമെങ്കിൽ പൊന്തിക്കാം. സാധാരണ നമ്മളെ തൃശ്ശൂർ പൂരത്തില് എത്ര അടി വരെ പൊന്തിക്കാം? അത് ഒരു 300 അടി 250 അടി. ഡൈനാമിറ്റൊക്കെ ആകുമ്പോൾ 200 അടി പോകുള്ളൂ. അത്ര മുകളിൽ പോയിട്ട് ഇത് പൊട്ടും. നമ്മള് ഇതൊക്കെ 2016 വരെയാണ് പൊട്ടിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോ നമുക്ക് അനുമതിയുള്ളത് ഏതാണ്? അനുമതിയുള്ളതാണ് ഇത് 4 കിലോ. ഇത്രയും ചെറുതാണ് ഇപ്പൊ പൊട്ടിക്കാൻ അനുവാദമുള്ളത്. അപ്പൊ ഇത് മേലെ പോയിട്ട് പൊട്ടുന്നതാണ് ഇപ്പൊ നമ്മള് സാമ്പിളിനും പകൽപൂരത്തിനൊക്കെ കാണുന്നത്. അപ്പൊ നമ്മള് വെടിക്കെട്ടിന് നമ്മൾ കാണുന്ന പല കളറിലായിട്ട് വിരിയുന്ന ഒരു സംഭവം അല്ലേ? അതിനെന്താ പറയുന്നത്? അതിന് ഗുളിയാമിട്ട് എന്ന് പറയും. ഗുളിയാമിട്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടാലോ? അപ്പൊ ഫ്രാൻസിസ് ചേട്ടാ, അപ്പൊ ഇതാണ് നമ്മളെ നിലാമിട്ട് അല്ലേ? ഇതിനെന്താ പ്രത്യേകത ഉള്ളത്? പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 നില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാനം പൊട്ടുന്ന നമുക്ക് കൂടുതൽ വിരിയും. അത് വിരിയണത് അത് മുഴുവൻ കോറയാണത്. ഇതാണ് മുഴുവൻ കോറ. ഇതുമല്ല ഒടുവിൽ പൊട്ടണത് ആദ്യം നിറയ്ക്കുക. ഏറ്റവും ഒടുവിൽ പൊട്ടുന്നത് ആദ്യം നിറയ്ക്കും. എന്നിട്ട് ഇതുമ്മ ടൈമർ വയ്ക്കും. എന്നിട്ട് രണ്ടാമത്തെ നില വെച്ചു. ഇതാണ് നില എന്ന് പറയുന്നത്. അതായത് ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെക്കും. ഇതിന്റെ ഇത് പച്ചയാണെങ്കിൽ ഇത് ചുവപ്പ്. അത് ജനങ്ങൾക്ക് ഡിഫറൻസ് കളർ അറിയാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് കളർ നിറയ്ക്കുന്നത്. എന്നിട്ട് ഇതുമ്മ ടൈമർ വെച്ചു. എന്നിട്ട് നിങ്ങൾ 3ാമത്തെ നില വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 4ാമത്തെ നില വെച്ചു. പിന്നെ അങ്ങനെ ഇത് ഒടുവിൽ പൊട്ടുന്നതാണ് ആദ്യം വയ്ക്കുക. ഒടുവിൽ പൊട്ടുന്നതാണ് ആദ്യം നിറയ്ക്കുക. ഒടുവിൽ നിറയ്ക്കുന്നതാണ് ഏറ്റവും ആദ്യം പൊട്ടുക. ഇത് പണി തീരുമ്പോൾ ഇതേപോലെയാവും. ഇത് മാത്രമേ മുകളിലേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. ബലപ്പെടുത്തി വരുമ്പോൾ ഇതുപോലെയാവും. എന്നിട്ട് ഇതുമ്പോൾ ടൈമർ വീണ്ടാവും. ആദ്യത്തെ നില 50 അടിയിൽ പൊട്ടണം. ശരിക്കും ഇത് മുകളിലോട്ട് പോകും. മുകളിലേക്ക് ഇതടക്കം പോകും. അപ്പോൾ ഒരു നില പൊട്ടുമ്പോൾ ഇത് മുകളിലത്തെ ഇത് അടർന്നു പോയി. അപ്പോൾ രണ്ടാമത്തെ നില കണ്ടു. പിന്നെ അടുത്ത ടൈമറുമ്പോൾ പിടിച്ചു. 10 നിലയുണ്ട്, 7 നിലയും മുകളിലേക്ക് പോകുമ്പോൾ പൊട്ടിയിരിക്കണം. എത്ര അടി വരെ പൊന്തു? എത്ര അടി വേണമെങ്കിൽ പൊന്തിക്കാൻ. പക്ഷെ ബാരലിന് നീളം കൂടുതൽ വേണ്ടി വരുന്നു മാത്രം. പക്ഷേ 23, 20, 21 പൊട്ടിച്ചിട്ടുണ്ട് പറമ്പില്. അത് താഴ്ത്തും വീണുണ്ട്.
സേഫായിട്ട് നമുക്ക് കത്തിക്കാവുന്ന ഇത് 10 നിലയാണ്. അപ്പോൾ രണ്ടു കൂടി തിരുവമ്പാടിയും പാറമേക്കാവും കൂടി ധാരണയിലെത്തി 10 നില പൊട്ടിക്കാവൂ എന്നൊരു ധാരണയിലെത്തി. നമ്മളെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ഈ ഒരു സംഭവമാണ് മുകളിൽ പോയിട്ട് പല കളറിൽ പൊട്ടുന്നതെന്നുള്ളത് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അതായത് പല സ്റ്റെപ്പ് അമുട്ട് എന്ന് പറയുന്നതിന് ഇതാണ് സ്റ്റെപ്പായിട്ട് ഓരോന്ന് പൊളിഞ്ഞു പോകുമ്പോൾ ഓരോ നില കാണുന്നത് നിങ്ങൾ. ഇത് നിലമുട്ട്. ഒറ്റ കളർ എന്ന് പറയുന്നത് ഒറ്റ കളറിലുള്ള അമുട്ട് എന്ന് പറയുന്നത് ഇതിൽ ആ മുകളിൽ പോയി ഒരു വിരിച്ചില വരികയുള്ളൂ. അതാണ് കളർ അമുട്ടുകൾ, പച്ച ചുവപ്പ് മഞ്ഞ അതൊക്കെ. ഇത് കളറിന് ഇതില്ലേ, പ്രാധാന്യമില്ല, സ്റ്റെപ്പിനാണ്. ഇനി നമുക്ക് എന്താണ് ഈ വെടിക്കെട്ടിൽ ഉപയോഗിക്കുന്നത് കാണാനുള്ളത്? ഇതാണ് ഈ സൈഡ് അമുട്ട്. ഒരു കോറേനെ 4 ഭാഗമായിട്ട് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ പാളിയായിട്ട് തിരിക്കും. എന്നിട്ട് ഗുളിക ഇതിൽ കൂടെ നിറയ്ക്കും. എന്നിട്ട് ഇത് പാളി വെച്ച് ജോയിൻ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗൺ പൗഡർ ഇടും. അപ്പോൾ മുകളിൽ പോയി പൊട്ടുമ്പോൾ ഗൺ പൗഡർ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ 4 പാളി 4 സ്ഥലത്തേക്ക് പോകും. 4 ഭാഗത്തേക്ക് തെറിക്കും. 4 തെറിക്കും. പച്ചയും ചുവപ്പും മഞ്ഞ നീലേക്ക് ആയിട്ട് ഓപ്പോസിറ്റ് കളർ ഇടും. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണി തീരുമ്പോൾ ഇതേമാതിരി ആവും. അതായത് ഫുള്ള് പണി കഴിഞ്ഞാൽ ഇതുപോലെ ഉരുണ്ടിട്ടിരിക്കും. അപ്പോൾ അത് മുകളിൽ പോയി പൊട്ടിക്കഴിഞ്ഞാൽ 4 ഭാഗത്ത് 4 6 ആറാകുമ്പോൾ ഇതിന്റെ ഡയാമീറ്റർ കൂടും. കോറയുടെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ ടൈമറാണ്. ആളുകൾ കാണുന്നത് ഈ ടൈമറാണ്. ഇതാണ് ടൈമർ. നമ്മൾ ഈ കറുത്ത കളറിൽ ഇരിക്കുന്ന ഈ സംഭവമാണ്. അതാണ് ഗൺ പൗഡർ. ഗൺ പൗഡർ ഒരു പ്രത്യേക കൂട്ടിൽ അടിച്ചുറപ്പിച്ചിട്ടുള്ള ഇതിന്റെ മരുന്ന്. ഇത് 500 അടിയാണ് ഇത് പോകാനുള്ളതാണ്. ഇത് അത് നമുക്ക് 250 അടിയെ പോകേണ്ടത് 300 അടിയെ പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം തുറന്നു കളയും. അതായത് ഇങ്ങനെ ഒരു കറുത്ത കട്ടായിരിക്കും അല്ലേ? കണ്ടോ, തുറന്നിട്ടുള്ള തുള കണ്ടോ? ഇത് തുറന്നു കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള മരുന്ന് നിർത്തിയാൽ ആ 350 അടി വരുമ്പോൾ അത് ഉള്ളിലേക്ക് കൊടുക്കും. കൊടമുട്ട്, പാരച്ചൂട്ടമുട്ട്, കൊടമുട്ട്, പ്രാവമുട്ട് ഇതൊക്കെ 500 അടിയിലാണ് ചെയ്യുക. പണ്ട് കാലത്ത് നമ്മൾ പ്രാവിനെ വിട്ടിരുന്നു. നമ്മൾ വിട്ടിട്ടുണ്ട്. പ്രാവിനെ കുരങ്ങനെയൊക്കെ വിട്ടിട്ടുണ്ട്. 77. ഇതാണ് ഈ കൊട, പ്രാവ് ഇങ്ങനെയുള്ള ഇതിനൊക്കെ വിട്ടിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്നതാണിത്. ഇത് രണ്ട് സെക്ഷനാണ്. ഒന്ന് പൊട്ടാനുള്ളതും മറ്റ് പ്രാവിന് ഇതിനൊക്കെ വയ്ക്കാനുള്ള കൊട, മാല ഇതൊക്കെ വയ്ക്കാനുള്ള ഇത് പിൻവശത്തും. 500 അടിയാണ് അതിൻ്റെ ഹൈറ്റ് പോവുക. 500 അടി പൊട്ടുമ്പോൾ തീയും പുകയൊക്കെ ഇതിൽ കൂടെ പോവും. പ്രാവും അല്ലാതെ കൊട, മാല, പാരച്ചൂട്ട് ഇതൊക്കെ ഇതിൽ കൂടി പോകും. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പുറത്ത് മേലെ പോയി പൊട്ടുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടാ, അപ്പം നമുക്ക് വേണ്ടി ഇത്ര നേരം നമ്മൾ ഈ വീഡിയോ കണ്ടവർക്കും ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്ര നേരം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പൂരത്തിന് ഉത്സാഹിക്കാൻ ദേവസ്വക്കാർ ചെല്ലാൻ പറഞ്ഞിട്ടാണ് വരും. അപ്പോൾ എല്ലാ കൊല്ലം പൂരത്തിന് ഞാൻ പോവും. പൂരത്തിന് സാമ്പിളൊന്നും അല്ല, കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ അവിടെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് അറിയണതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളെപ്പോഴും എല്ലാവരും ശ്രദ്ധയിൽ നിൽക്കണം. അറിയാത്തവർ ഈ തിരി മുറിക്കണ കേസുണ്ട്, കരിന്തിരി മുറിക്കണ കേസ്. അപ്പോൾ അത്യാവശ്യമായിട്ട് മുറിക്കുമ്പോൾ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ ചിലപ്പോൾ അത് ഫയറാവാൻ സാധ്യതയുണ്ട്. അത് ഫയറായി കഴിഞ്ഞാൽ അപ്പുറത്ത് പണി തീർന്ന സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടായില്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ദൂരെ കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് കഷ്ണമാക്കി കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളാൽ അറിവുള്ളത്. അതെ. അപ്പൊ നമ്മളെ പുതിയ ഒരു പൂരം കൂടി വരികയാണ്, സാമ്പിൾ വെടിക്കെട്ടും വരുന്നുണ്ട്. അപ്പൊ പൂരനഗരിയിൽ നമുക്ക് ഫ്രാൻസിസ് ചേട്ടന്റെ സാന്നിധ്യമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതെ, അപ്പൊ നമുക്ക് ഇത്രയും നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ഫ്രാൻസിസ് ചേട്ടനോട് ഒരുപാട് നന്ദി പറയാണ്. കൂടെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും കൂടിയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.